കഴിഞ്ഞ 2 ദിവസമായി എല്ലാ ചാനലുകളും കാണുമ്പോൾ ഈ പറക്കും തളിക സിനിമ കാണുന്നത് പോലെ ഒരു ഫീലുണ്ട്. അതായത് പറക്കും തളികയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓടുന്നില്ല വണ്ടി നിൽക്കുകയാണ്. അപ്പോഴും ഓടുന്നു എന്നുള്ള ധാരണയിൽ ഒരാൾ ഗിയർ വലിച്ചെടുക്കുന്നു, ഒരാൾ ടയർ വലിച്ചെടുക്കുന്നു, ടയറിൽ കാറ്റടിക്കുന്നു, ഒരാൾ പി അടിക്കുന്നു. അങ്ങനെ വളരെ വലിയ രസകരമാണ് ആ ചിത്രത്തിൽ. പിന്നെ എലി ഏറെ ഓടുന്നു, എല്ലാ രസമാണ് ആ ചിത്രം കാണണം. പ്രത്യേകിച്ച് BJP-ക്കാരെല്ലാവരും ആ ചിത്രം ഒന്ന് കാണണം. പറക്കും തളിക ദിലീപിൻ്റെ ചിത്രമെന്ന് തോന്നുന്നു. ഞാനത് പറയാൻ കാര്യം, ശരിക്കും BJP-ക്കാർക്ക് കുറച്ച് പേർക്ക് വട്ടാണ്, വലിയ വട്ടാണ്. ഇപ്പോൾ വേറെ ഒന്നും കരുതരുത്. ഇതിൽ ഇപ്പോൾ ഏറ്റവും വട്ട് മൂത്ത് നിൽക്കുന്നത് കൃഷ്ണകുമാറിനാണ്. കൃഷ്ണകുമാർ ഇന്നലെ ഒരു ചാനലിൽ വന്നൊരു അടിയങ്ങ് അടിക്കുകയാണ്. എന്താ അടി? വട്ടിയൂർക്കാവ് എൻ്റെ ജന്മസ്ഥലമാണ്, വട്ടിയൂർക്കാവ് എനിക്ക് മെയ്വഴക്കമുള്ള സ്ഥലമാണ്, വട്ടിയൂർക്കാവ് തന്നാൽ ഞാൻ കലക്കും. നേരത്തെ തിരുവനന്തപുരം സെൻട്രൽ കൊടുത്തു. എന്നാൽ വി മുരളീധരൻ കഴക്കൂട്ടത്ത് ചെയ്യും പോലെ, PK കൃഷ്ണദാസ് കാട്ടാക്കട ചെയ്യും പോലെ, സുരേഷ് ഗോപി തൃശ്ശൂർ ചെയ്ത് വിജയിച്ചതുപോലെ എന്തുകൊണ്ട് ഹിന്ദുവിന് മെജോറിറ്റിയുള്ള തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഭംഗിയായി ഒരു സെലിബ്രിറ്റിയായ കൃഷ്ണകുമാർ ജോലി ചെയ്തില്ല? എങ്കിൽ ഇപ്പം അയാൾക്ക് പാട്ടും പാടി ജയിക്കാമായിരുന്നു. പിന്നെ ആന്റണി രാജുവിന് ഈ പ്രശ്നം കൂടെ വന്നപ്പോൾ കൃഷ്ണകുമാറിൻ്റെ പാട്ടും പാടി ജയിക്കാം. പക്ഷെ കൃഷ്ണകുമാർ ചെയ്ത കാര്യം എന്താ അറിയാമോ? ഇത് കൃഷ്ണകുമാർ എന്നോട് പിണങ്ങരുത്, ഞാൻ കൃഷ്ണകുമാർ വിരുദ്ധനൊന്നുമല്ല. നിങ്ങളെ അവിടെ നിർത്തി ജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ അത് മതിയാക്കി, നിങ്ങളെ ബിസിനസ്സും റീലും കുടുംബവും വേറെ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. എന്നിട്ട് താങ്കൾ കറങ്ങി അടിച്ച് വീണ്ടും കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. എന്നാൽ കൊല്ലത്ത് നിന്നോ? ഇപ്പൊ കൊല്ലത്തുണ്ടോ താങ്കൾ? കൊല്ലത്തില്ല. ഇപ്പൊ താങ്കൾ വട്ടിയൂർക്കാവിൽ അടിക്കാൻ നടക്കുകയാണ്. എന്തൊരു രസമുള്ള കാര്യമാണ്. ഇനി ഞാൻ കുറച്ച് പേരുകൾ പറയാം. വട്ടിയൂർക്കാവിലേക്ക് ശ്രമിക്കുന്നവരോ വട്ടിയൂർക്കാവിലേക്ക് പാർട്ടി പരിഗണിക്കുന്നവരെ കുറെ പേരുകൾ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഈ BJP സർക്കാർ. 1, സെൻകുമാർ. TP സെൻകുമാർ തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്നൊരു ആഗ്രഹം TP സെൻകുമാറിൻ്റെ ടീമിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്നല്ല, അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന്, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ടീമിൽ നിന്ന് വട്ടിയൂർക്കാവിൽ മത്സരിക്കണം. അതിന് പറയുന്ന കാര്യം ഇപ്പം എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നിയമം രാജീവ് ജയിച്ചു കഴിഞ്ഞു, ഇനിയിപ്പം ഇലക്ഷൻ ഒന്നും വേണ്ട എന്നുള്ള നിലയിലാണ്. ഓവർ കോൺഫിഡൻസ് കുമ്മനത്തിൻ്റെ കാര്യത്തിൽ പെട്ടത് പഠിച്ചോണം. അടുത്ത് വട്ടിയൂർക്കാവ് ഇപ്പം ജയിച്ചിരിക്കും എന്ന് പറഞ്ഞുള്ള അടിയാണ് പോക്ക്. അങ്ങനെ TP സെൻകുമാറിനെ കൊണ്ട് ഉടുപ്പടിപ്പിക്കാൻ ഒരുപാട് പേര് രംഗത്തുണ്ട്. അടുത്തൊരു അടിപ്പിക്കാൻ രംഗത്തുള്ള ചെങ്കൽ രാജശേഖരൻ നായർ. അദ്ദേഹം സമുദ്ര ഹോട്ടലിൻ്റെ വലിയ ആളാണ്. ഇവിടെ ഉദയസമുദ്ര പാലസ് ഉണ്ട് പുള്ളിക്ക്, കവടിയാറിൽ തന്നെ. പിന്നെ ഗണപതി ക്ഷേത്രത്തിന്, ഇപ്പോഴ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ അല്ല, നമ്മുടെ പാളയം ഗണപതി ക്ഷേത്രത്തിന് ഗേറ്റ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഗോപുരം ഒരു ഏകദേശം 1 കോടി രൂപയ്ക്ക് 85 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് കൊടുത്ത് പണിതിട്ടുള്ള ഈ രാജശേഖരൻ നായരാണ്. അദ്ദേഹം നായരാണെന്നല്ല, രാജശേഖരനാണ്. അദ്ദേഹം ജനം TV-യുടെ മേധാവിയാണ്. അദ്ദേഹത്തെ നിർത്തിയാൽ കൊള്ളാം എന്നുള്ള ഒരു ടീമും തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയാണ് മേനക സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഉണ്ടല്ലോ, മേനകയുടെ ഹസ്ബൻഡ് സുരേഷ്, അദ്ദേഹത്തിനെ നിർത്തിയാൽ കൊള്ളാം എന്നൊരു സംഘം തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തൊരു സംഘം ഇറങ്ങിയിരിക്കുന്നതാണ് പ്രൊഫസർ രഘുനാഥിനെ കൂടെ നിർത്തിയാൽ കൊള്ളാം. രഘുനാഥ് നേരത്തെ നെടുമങ്ങാട് മത്സരിച്ച ആളാണ്, തിരുവനന്തപുരത്ത് എവിടെയോ മത്സരിച്ചിട്ടുണ്ട്. ഇനി ഈ നോർത്തിൽ തന്നെയാണോ മത്സരിച്ചെന്ന് എനിക്കറിയില്ല. അദ്ദേഹം നിരവധി വർഷങ്ങളായി ഇന്റലക്ച്വൽ കാര്യങ്ങളിൽ സഹായിച്ചുകൊണ്ട് BJP-യുടെ ഏത് പ്രസിഡന്റ് വന്നാലും എല്ലാ പ്രസിഡന്റുമാരെ കൂടെയും ഉണ്ട്. അദ്ദേഹം കുമ്മന രാജശേഖരൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴുണ്ടായിരുന്നു, K. സുരേന്ദ്രൻ പ്രസിഡന്റ് ആയപ്പോഴും ഉണ്ട്, അത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയപ്പോഴും ഉണ്ട്. പഴയ ഹിന്ദു മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചിട്ടുള്ള ആളാണ്. കുറച്ച് പ്രായമുണ്ട്, വല്ലാത്ത പ്രായമല്ല, മത്സരത്തിനൊക്കെ പറ്റിയ ഒരു ചെറുപ്പമാണ്. ബാല്യം ഇപ്പോഴും ഒരു അംഗത്തിനുള്ള ബാല്യമുള്ള പ്രൊഫസർ രഘുനാഥിന്റെ പേരും ഇതിനകത്ത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലേക്ക് നിന്നാൽ കൊള്ളാമെന്ന് കുറച്ച് പേർ പറയുന്നു. ഇതിനിടയ്ക്കാണ് നന്ദഭാർഗവനെ നിർത്തിയാൽ കൊള്ളാമെന്നുള്ള ആളുകളുണ്ട്, കാര്യം അദ്ദേഹം ഇവിടെ ഉണ്ട്. പിന്നെ ശ്രീലേഖ IPS-നെ തന്നെ നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് K. സുരേന്ദ്രൻ ഒരടി അടിച്ചിരിക്കുന്നു എന്ന് വരുന്നത്. ഇതൊക്കെ ശരിയാണെന്ന് നമുക്കറിയില്ല, കാരണം ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളാണ്. K. സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ മത്സരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലെ മത്സരിക്കൂ. സുരേന്ദ്രനോടും പറയാനുള്ളത്, അങ്ങൊരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ അല്ലെങ്കിൽ മത്സരിക്കാൻ പോയാൽ എന്തുകൊണ്ട് ആ മണ്ഡലത്തിൽ തന്നെ തുടരുന്നില്ല? താങ്കൾ മഞ്ചേശ്വരം നോക്കൂ. മഞ്ചേശ്വരത്ത് താങ്കൾ 2 പ്രാവശ്യം മത്സരിച്ചു, ചെറിയ വോട്ടിനാണ്. ആ മഞ്ചേശ്വരത്ത് താങ്കൾ നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കോന്നി താങ്കൾക്ക് പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞാണല്ലോ നേരത്തെ പോയത്, അവിടെ താങ്കൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പാലക്കാട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ, തൃശ്ശൂർ, അങ്ങനല്ല. താങ്കൾ ജയിക്കാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താങ്കൾ ഓടിപ്പോകുമ്പോൾ, ജയിക്കുന്ന സ്ഥലത്തേക്ക് ഞാനിതാ വരുന്നു, അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് ഞാനിതാ വരുന്നു എന്ന് പറയുമ്പോൾ നടക്കാൻ പോണ കാര്യം
താങ്കളുടെ പാർട്ടിയിലുള്ള തന്നെ BJP-യിലെയും സംഘപരിവാറിലെയും ഒരു സംഘം ആളുകൾ എതിരാവും. അങ്ങനെ എതിരാവുമ്പോൾ തോറ്റുപോകും. അപ്പോൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലേക്ക് ഒരു പ്രളയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ വേറെയും പേരുകൾ കേൾക്കുന്നു. ഞാൻ പേരുകൾ പറയുന്നില്ല. നിശബ്ദമായി സംഘപരിവാറിൽ പ്രവർത്തിക്കുന്ന, BJP-യിൽ പ്രവർത്തിക്കുന്ന പല പേരുകളും തിരുവനന്തപുരത്ത് കേൾക്കുന്നുണ്ട്. ഒരു ജയകുമാറിന്റെ പേര് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പക്ഷെ ജയകുമാർ വിചാരിച്ചാൽ നടക്കും, സ്ഥാനാർത്ഥിത്വം കിട്ടും. കാര്യം ഡൽഹിയിൽ വലിയ വിജ്ഞാൻ ഭാരതിയിൽ ഉണ്ടായിരുന്നു ജയകുമാർ. അദ്ദേഹം വലിയ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹമാണ് ഈ നമ്മുടെ അജിത് കുമാർ IPS-ഉമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ ഉണ്ടായിരുന്നു ജയകുമാർ. അദ്ദേഹം ജനൻ TV-യുടെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. ബൗദ്ധിക രംഗത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു നേതാവാണ്. പക്ഷെ സംഘപരിവാറിന്റെ ആയതുകൊണ്ടാണ് പബ്ലിക് അറിയാത്തത്. അങ്ങനെ പബ്ലിക് ഫിഗർ ആകാത്ത ഒരുപാട് സംഘപരിവാർ നേതാക്കൾ തിരുവനന്തപുരത്തുണ്ട്. അവരുടെ പേരുകളൊക്കെ ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഇതിനിടയിൽ കൃഷ്ണകുമാറിനോട് പറയാനുള്ളത്, അങ്ങ് മത്സരിച്ചാലും ചിലപ്പോൾ ജനം കൈവയ്ക്കും, തോറ്റുപോകും. കാരണം മറ്റൊന്നുകൊണ്ടല്ല, അങ്ങിൽ ഒരു കോൺസിസ്റ്റൻസി, അതായത് ഒരു സ്ഥിരത ജനങ്ങൾ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങ് തിരുവനന്തപുരം നോർത്ത് സെൻട്രലിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ നിന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സെലിബ്രിറ്റി ആയതുകൊണ്ട് അങ്ങേക്ക് 1000 യോഗങ്ങളിൽ പോകാൻ പറ്റും. കാരണം സെലിബ്രിറ്റി അല്ലേ, അങ്ങ് സിനിമ നടനല്ലേ, മാത്രമല്ല കുറെ പണം അങ്ങേക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റും, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ ചെയ്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു വിജയം പറയുമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ താങ്കൾ മാത്രമല്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാവാണെങ്കിൽ അങ്ങനെ പറയുകയുമില്ല. എനിക്ക് തന്നാ കൊള്ളാം, എനിക്ക് ആഗ്രഹമുണ്ടെന്നൊന്നും വന്ന് ചാനലിൽ പറയില്ല. അതിലൂടെ സംഭവിക്കുന്നത് പാർട്ടി നിങ്ങൾക്ക് സീറ്റ് തന്നാലും ഈ പാർട്ടിക്കാരുടെ ഇടയിൽ ഒരു അവമതിപ്പുണ്ടാവും. അത് വോട്ടായി വരണമെന്ന് വോട്ടിൽ ചിലപ്പോൾ പ്രതിഫലിക്കും. അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ ഫൈമി കാമുകന്മാരുടെ നിരയാണ്. ഇത് BJP പോലൊരു പാർട്ടിക്ക് അനുയോജ്യമല്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജയിക്കുമെന്നൊരു സംവിധാനം വന്നാൽ അവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആളിനെ നിർത്തട്ടെ പാർട്ടി എന്ന് പറയുന്നത് വരെ ഇതുപോലെ തന്നെയാണ്. വേറൊരു ചാമ്പ്യൻ, അദ്ദേഹം ഇന്നലെ വരെ എനിക്ക് വലിയ റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇന്നലത്തോടുകൂടി അദ്ദേഹത്തിനുള്ള റെസ്പെക്ട് കുറഞ്ഞു വരുന്നു. എന്താണ് ഷോൺ ജോർജ്, അദ്ദേഹം ഇതുപോലൊരു തള്ളിയിട്ടുണ്ട്. അദ്ദേഹം കുഞ്ഞുനാളിലെ MLA ആവണമെന്നായിരുന്നു ആഗ്രഹം. അതൊക്കെ പറയേണ്ട സമയം ഇപ്പോഴല്ല. MLA-ക്ക് മത്സരിച്ചതിന് ശേഷം പറയാം, MLA ആയതിനു ശേഷം പറയാം, ഇലക്ഷന് വളരെ മുമ്പേ പറയാം. പക്ഷെ ഇലക്ഷൻ ഇങ്ങനെ പടിവാലിൽ വന്ന് നിൽക്കുമ്പോൾ പാലായിൽ ഞാൻ ജനിച്ച കാര്യവും, പിന്നെ ഈരാറ്റുപേട്ടിൽ ജനിച്ച കാര്യവും, ഈരാറ്റുപേട്ടിൽ ജനിച്ച് പാലയിൽ വളർന്ന കാര്യവും എന്തൊരു തള്ളാണ്. ആ തള്ള് ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല. അപ്പോൾ പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കൾ നിങ്ങൾ ആര് മത്സരിക്കുമോ, അതിപ്പോ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ ഒരു അടിയടിച്ചു, ഞാൻ മത്സരിക്കുമെന്ന് വെച്ചാൽ അത് പാർട്ടി തീരുമാനിക്കും എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു മത്സരിക്കും, മണ്ഡലം അറിയണോ എന്ന് പറഞ്ഞ ആവേശപ്പെട്ടു. അത് അദ്ദേഹം സിദ്ധാന്തവും പ്രയോഗവും ഉള്ളതിൽ പ്രായോഗിക രാഷ്ട്രീയക്കാരനായി വരുന്നതേ ഉള്ളൂ. അതിന്റെ കുഴപ്പമാണ്. എല്ലാവർക്കും ഈ കുഴപ്പമുണ്ട്. പ്രായോഗിക രാഷ്ട്രീയം നിങ്ങളെല്ലാവരും ഒന്ന് പഠിക്കുക. പ്രത്യേകിച്ച് BJP-ക്കാർ ഒന്ന് നന്നായത് ഗ്രഹപാഠം ചെയ്യുക.